ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ LSTD AE എക്സാം കഴിഞ്ഞതിന് ശേഷം ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി PWD-AEയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് അപ്ലൈ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷത്തിൽ നടന്ന PWD-AEയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സെഷനിൽ മാത്രം ക്വസ്റ്റ്യൻസ് ഒതുങ്ങില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെഷനിലും വഴികെ പാർട്ട് 2 ഒക്കെ ആയിട്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, ഒറ്റയടിക്ക് കാണുമ്പം ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷേ കുറച്ച് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് RCCയിൽ നിന്നായിരുന്നു. റെക്കോർഡ് എന്ന പോലെ 19 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നിന്ന് 11 വീതം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 8 മാർക്കിൻ്റെ വെയിറ്റേജോട് കൂടി എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ്. ദെൻ സർവേ, സ്ട്രക്ചറൽ അനാലിസിസ്, കോൺക്രീറ്റ് ടെക്നോളജി, ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ, ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ദെൻ എസ്റ്റിമേഷൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, എസ്റ്റിമേഷനൊക്കെ ചെറിയ സബ്ജക്റ്റ് ആണെങ്കിലും 5 ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. ദെൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 4 മാർക്ക്, മെക്കാനിക്സ് ഓഫ് സോളിഡിൽ നിന്ന് 4 മാർക്ക്. ആക്ച്വലി MOSഉം SAയും കൂടി ആയിരുന്നു 10 മാർക്ക്. അപ്പോൾ 6 മാർക്ക് SAയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നിന്ന് 4 മാർക്കാണ് വന്നിട്ടുള്ളത്. സ്റ്റീലും കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റും 3 വീതം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അപ്പോൾ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The point at which the stress strain curve of a material ceases to be a straight line is called. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കുന്നതാണ്, ഫസ്റ്റ് തന്നെ MOSൽ പഠിക്കുന്നതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അതിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആവുന്ന പോർഷനെ നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിത്തിൻ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് ആ ഒരു സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആവുന്നത്. സോ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ബെൻഡിങ് മൊമെന്റ്? ഓപ്ഷൻ എ: bending moment is defined as the algebraic sum of the moments of all the forces to the left of a section. Bending moment is the algebraic sum of moments of all the forces to the right of a section. Then option C: bending moment is defined as the algebraic sum of all the algebraic sum of the moments of all the forces either to the left or to the right of a section, all of the above. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് കാണുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി മാത്രം പിക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. ആക്ച്വലി ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഡെഫിനിഷൻ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആണല്ലോ. എന്താണ് ബെൻഡിങ് മൊമെന്റിന്റെ ഡെഫിനിഷൻ? അൽജിബ്രായിക് സം ഓഫ് ഓൾ ദ മൊമെന്റ്സ് ടു ദ റൈറ്റ് ഓഫ് ദ സെക്ഷൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, ടു ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എയും ബിയും കറക്റ്റ് തന്നെയാണ്. ആൻഡ് ഓപ്ഷൻ സി ആണ് എക്സാക്ട് ഡെഫിനിഷൻ. ബെൻഡിങ് മൊമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അൽജിബ്രായിക് സം ഓഫ് മൊമെന്റ്സ് ടു ഓൾ ദ ഫോഴ്സസ് എയ്തർ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. അത് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ സി എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം എന്താണ്, നമ്മൾ പഠിച്ച എക്സാക്ട് ഡെഫിനിഷൻ സി ആണ്, പക്ഷേ എയും ബിയും സിയും കറക്റ്റ് തന്നെയാണ്. ദെൻ അടുത്ത ചോദ്യം: എ സൺഷെയ്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ബീം? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. സൺഷെയ്ഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ബീമിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദ്യം. സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഫിക്സഡ് ബീം, കണ്ടിന്യൂസ് ബീം, ക്യാൻഡിലിവർ ബീം. ആക്ച്വലി ഒരു സൺഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ക്യാൻഡിലിവർ ബീമിനോട് സിമിലർ തന്നെയല്ലേ. അതുകൊണ്ട് ക്യാൻഡിലിവർ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുക. തേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ദെൻ അടുത്ത ചോദ്യം: ഇഫ് L ഈസ് ദ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദ കംപ്രഷൻ മെമ്പർ, ദെൻ ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കംപ്രഷൻ മെമ്പർ effectively held in position at both ends but not restrained against rotation is. അപ്പോൾ ഇത് ഏതാണ് കണ്ടീഷൻ?
ഇങ്ങനെ പറഞ്ഞാൽ എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും ഹിഞ്ച്ഡ്, ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് എന്നുള്ള കണ്ടീഷനാണ് വരിക. സോ നമ്മുടെ അൺസപ്പോർട്ടഡ് ലെങ്ത് എൽ ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്തും എൽ തന്നെയാണ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. If M is the bending moment and EI is the flexural rigidity of a beam, then strain energy due to bending is given by the equation integral 0 to L m square by 2 EI dx, integral 0 to L m square dx by EI, then integral 0 to L m square dx by 4 EI, integral 0 to L 2 m square dx by EI. ഏതാണ് വരിക? നമ്മുടെ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഏതാ വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഇന്റഗ്രൽ 0 to L m square dx by 2 EI എന്നുള്ളതാണ് ആൻസർ. ഈ ഒരു ക്വസ്റ്റിനും നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ട നമ്മൾ IS കോഡിലുള്ള ഒരു ടേബിളായി കൊടുത്തിട്ടുണ്ട് എഫക്റ്റീവ് ലെങ്ത്. ഇതൊക്കെ സ്ഥിരമായിട്ട് എക്സാമുകൾക്ക് ചോദിച്ച് കാണുന്ന ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ അടുത്ത ചോദ്യം, the influence line diagram can be used for determining dead load on the structure, live load on the structure, positions of loads for maximum shear force and bending moment values, then none of the above. എന്തിനാണ് നമ്മൾ ILD അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതിനാണ്? ഓപ്ഷൻ സി, പൊസിഷൻ ഓഫ് ലോഡ്സ് ഫോർ മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് വാല്യൂസ്. മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് അതിൻ്റെ പൊസിഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ILD ഹെൽപ്പ് ചെയ്യും. സോ പൊസിഷൻ ഓഫ് ലോഡ്സ് ഫോർ മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് എന്നുള്ളത് വരും. ദെൻ അടുത്ത ചോദ്യം, ഫോളോയിങ് അസംഷൻസ് ആർ മെയ്ഡ് വൈൽ ഡെവലപ്പിംഗ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് എ സ്ട്രക്ചർ. ഓൾ ജോയിൻറ്റ്സ് അസംഷൻസ് ആണ്. അസംഷൻസ് ഒക്കെ എവിടെ കണ്ടാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അസംഷൻസ് ഒക്കെ SSCകൾക്ക് കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൻ്റെ അസംഷൻസ് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ, ഓൾ ജോയിൻറ്റ്സ് ആർ റിജിഡ്. ഓപ്ഷൻ ബി, ഷിയർ ഡിഫോർമേഷൻസ് ആർ നെഗ്ലക്റ്റഡ്. ഓപ്ഷൻ സി, ഡിസ്റ്റോർഷൻസ് ഡ്യൂ ടു ആക്സിയൽ ഡിഫോർമേഷൻ ആർ നെഗ്ലക്റ്റഡ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 3 എയും ബിയും സിയും അസംഷൻസ് തന്നെയാണ്. സോ ഓൾ ഓഫ് ദി അബോവ് എന്നുള്ളത് വരും. എല്ലാ ജോയിൻസും റിജിഡ് ആണ്. ഷിയർ ഡിഫോർമേഷൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിസ്റ്റോർഷൻ ഡ്യൂ ടു ആക്സിയൽ ഡിഫോർമേഷനും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ചോദ്യം, in the moment distribution method of analysis, the ratio of the moment shared by the member to the applied moment at a joint is called distribution factor of that member, stiffness of beam, relative stiffness of beam, carryover factor. So നമ്മൾ moment distribution methodil ratio of moment shared by member to the applied moment shared by the member to the applied moment, ഈ ഒരു റേഷ്യോനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ദാറ്റ് മെമ്പർ എന്നാണ് പറയുക. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ദെൻ അടുത്ത ചോദ്യം, an example of a statically determinate structure. Statically determinate structure ഏതാണ്? 3 hinged arch, 2 hinged arch, single hinged arch, fixed arch. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലെ 3 hinged ആർച്ച് ആണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ആർച്ച്. ദെൻ അടുത്ത ചോദ്യം, FM എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ടതൊക്കെ MOS, SA തുടങ്ങിയ സബ്ജക്റ്റ് എന്നുള്ളതായിരുന്നു. ഇനി FM ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ വോർട്ടെക്സ് മോഷൻ in which the fluid particles travel along circular path, the magnitude of the velocity of the fluid particle is found to be. Vortex motion ലുള്ള magnitude of velocity ആണ് ചോദിച്ചിട്ടുള്ളത്. Constant along the circular path, varying along circular path, then varying in a direction perpendicular to circular path 0. അപ്പോൾ ഏതാണ് വരിക? 11th question. നമ്മൾ vortex motion ആണ്,
ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് സർക്കുലർ പാത്തിലാണ്, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് സർക്കുലർ പാത്തിൽ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് അലോങ് ദ സർക്കുലർ പാത്ത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ഇൻ ദ കേസ് ഓഫ് എ ഫ്ലൂയിഡ് ഫ്ലോയിങ് അണ്ടർ കോൺസ്റ്റന്റ് ഹെഡ് എച്ച് ത്രൂ എ സർക്കുലർ orifice fixed in the side wall of a large container, the coefficient of velocity varies from 0.95 to 0.98, slightly smaller than unity, slightly larger than unity and unity. ഏതാണ് വരിക? ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും. കാരണം നമുക്കറിയാം ഈ ഒരു വാല്യൂ വേരീസ് ഫ്രം 0.95 ടു 0.98 ആണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തമ്മിലൊരു കൺഫ്യൂഷൻ വരും. സ്ലൈറ്റ്ലി സ്മോളർ ദാൻ യൂണിറ്റി എന്ന് വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്യാം. പക്ഷേ പി എസ് സിയുടെ ആൻസർ കീ പ്രകാരവും കറക്റ്റായിട്ട് രണ്ടും എയും ബിയും വന്നിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് ഇറ്റ് വേരീസ് ഫ്രം 0.95 ടു 0.98 എന്നുള്ള ആൻസർ ആണ്. ദെൻ ഈ കോയിഫിഷ്യൻസിൻ്റെ ഒക്കെ വാല്യൂ പഠിക്കണം കേട്ടോ. പല എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, which of the following statement are correct about reaction turbine? റിയാക്ഷൻ ടർബൈനുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, വാട്ടർ enters the turbine under pressure, hence it has pressure energy and kinetic energy. Option B, in axial flow turbine the flow is parallel to the axis of wheel. Both A and B, none of these. ഏതാണ് വരിക? നമുക്കറിയാം റിയാക്ഷൻ ടർബൈൻസ് ആണ് ഓപ്ഷൻ എ. അതായത് വാട്ടർ എൻ്റർ ചെയ്യുന്നത് പ്രഷറിലാണ്, അതുകൊണ്ട് തന്നെ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും പ്രസൻ്റ് ആയിരിക്കും. ഓപ്ഷൻ എ കറക്റ്റ് തന്നെയാണ്. ദെൻ ആക്സിയൽ ഫ്ലോ ടർബൈനിൽ വീലിൻ്റെ ഫ്ലോ ഡയറക്ഷനും വീലിൻ്റെതും പാരലൽ ആയിട്ടാണ് വരിക. സോ ആക്സിസ് ഓഫ് വീലും ഫ്ലോ ഡയറക്ഷനും പാരലൽ ആയിട്ടാണ് വരിക. സോ രണ്ടും ആൻസർ ആണ്. സോ ബോത്ത് എ ആൻഡ് ബി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുക. ദെൻ അടുത്ത ചോദ്യം, centrifugal pumps are classified into volute pumps and diffuser pumps based on position of shaft, type of casing, number of stages, suction. സോ സെൻട്രിഫ്യൂഗൽ പമ്പ്സിനെ നമ്മൾ വൊല്യൂട്ട് പമ്പ് എന്നും ഡിഫ്യൂസർ പമ്പ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാ നമ്മൾ അതിൻ്റെ കേസിങ്, ടൈപ്പ് ഓഫ് കേസിങ് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പം നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ എഫ് എമ്മിൽ നമ്മുടെ ഹൈഡ്രോളിക് മെഷീനിൽ നിന്ന് കുറച്ചധികം ചോദ്യം വന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പൊതുവേ എഫ് എം പഠിച്ചു വരുമ്പം ഹൈഡ്രോളിക് മെഷീൻസ് ഒക്കെ കുറച്ച് പേരെങ്കിലും സ്കിപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, in the case of floating bodies the condition of stable equilibrium is obtained when മെറ്റാസെൻറ്റർ, അതായത് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ബോയൻസിയും മെറ്റാ സെൻറ്ററും കൂടെ നോക്കിയതിന് ശേഷമാണ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ ന്യൂട്രൽ ആണോ എന്ന് പറയുക ഇക്ലിബ്രിയം കണ്ടീഷൻസ്. അപ്പോൾ ഓപ്ഷൻ എ, ഇവിടെ നമ്മളോട് സ്റ്റേബിൾ ഇക്ലിബ്രിയത്തിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റാ സെൻറ്റർ ഓപ്ഷൻ എ ലൈസ് എബവ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് ബോയൻസി. ആൻഡ് ഓപ്ഷൻ ബി ലൈസ് ബിലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ലൈസ് എബവ് സെൻറ്റർ ഓഫ് ബോയൻസി. ഓപ്ഷൻ സി കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് ബോയൻസി. ഓപ്ഷൻ ഡി കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഏതാണ് വരിക? സ്റ്റേബിൾ ഇക്ലിബ്രിയം ആകുമ്പോൾ ലൈസ് എബവ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് ബോയൻസി എന്നുള്ളത് വരും. ഇനി ബിലോ ആണെങ്കിൽ മെറ്റാ സെൻറ്റർ ബിലോ ആണെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ആ 2 കണ്ടീഷൻസും ഓർത്ത് വെക്കുക. നമ്മുടെ PWD AE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി സൈലന്റ് ടെക്നിക്കലിൻ്റെ AE PWD ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമുള്ള ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ ബാച്ചിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 12,999 രൂപയാണ്. അതേപോലെ ഓഫ്ലൈൻ ബാച്ചിന് 25,000 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ PWD AEക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. 9995100800 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. കാരണം ഇനി ഇങ്ങനെ വേക്കൻസിയിൽ AE എക്സാമുകൾ PWD ഇറിഗേഷൻ ആണ് നല്ലൊരു പോസ്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഒക്കെ നല്ല ഡിപ്പാർട്ട്മെൻ്റ് ആണ്.
പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ LSCDക്ക് പഠിച്ചവർക്ക് ആ ഒരു പഠിത്തം കണ്ടിന്യൂ ചെയ്യാനും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം PSC എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ എക്സാം വെച്ച് നമ്മൾ നിർത്തരുത്. കയ്യിൽ അഡ്വൈസ് കിട്ടുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ LSCDക്ക് കുറച്ച് പഠിച്ചു, ഇനി കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ LSCDക്ക് നന്നായി പ്രിപ്പയർ ചെയ്തു, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അവരെ മാത്രമല്ല കേട്ടോ ടാർഗറ്റ് ചെയ്യുന്നത്, ഫ്രഷ് ആയിട്ട് ഒരാൾ, അതായത് ഇപ്പോൾ ഫ്രഷ് പാസ് ഔട്ട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അവർക്കും കൂടെ എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്കും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇനി നമുക്ക് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, അതായത് ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി ടോപ്പിക്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എ ഹൈഡ്രോഗ്രാഫ് റെപ്രസെൻറ്റ്സ് graphical plot of a stream discharge against the corresponding percent of time the discharge was exceeded. Cumulative flow volume versus time curve. Temporal variation of total runoff at a gauging point in a stream. None of this. സാധാരണ നമ്മളോട് ഡെഫിനേഷൻ ആയിട്ട് ഹൈഡ്രോഗ്രാഫിൻ്റെ ചോദിച്ച് കാണുന്നതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമായിട്ടാണ് ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ഓപ്ഷനായിട്ട് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് എന്താ? ഗ്രാഫിക്കൽ പ്ലോട്ട് ഓഫ് എ സ്ട്രീം ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് ദ കറസ്പോണ്ടിങ് പെർസെൻറ്റ് ഓഫ് ടൈം ദ ഡിസ്ചാർജ് വാസ് എക്സീഡഡ്. ഇത് ആക്ച്വലി ഏതിൻ്റെ ഡെഫിനേഷനാണ്? ഏത് കർവിൻ്റെ ഡെഫിനേഷനാ? ഫ്ലോ ഡ്യൂറേഷൻ കർവിൻ്റെ ഡെഫിനേഷനാണ്. ഫ്ലോ ഡ്യൂറേഷൻ കർവിൻ്റെ ഡെഫിനേഷനാണ്. ആൻഡ് രണ്ടാമത്തേത് ക്യുമുലേറ്റീവ് ഫ്ലോ വോളിയം വേഴ്സസ് ടൈം കർവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്യുമുലേറ്റീവ് ഫ്ലോ വോളിയം വേഴ്സസ് ടൈം എന്ന് പറഞ്ഞാൽ മാസ് കർവ് ആണ്. ആൻഡ് ഓപ്ഷൻ സി ടെമ്പോറൽ വേരിയേഷൻ ഓഫ് ടോട്ടൽ റൺ ഓഫ് അറ്റ് എ ഗേജിങ് പോയിന്റ് ഇൻ എ സ്ട്രീം. ടെമ്പോറൽ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം വേരി ചെയ്യുന്നു എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് വേഴ്സസ് ടൈം കർവ് ആണ് അല്ലേ? ഡിസ്ചാർജ് വേഴ്സസ് ടൈം കർവ് ആണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഡിസ്ചാർജ് വേഴ്സസ് ടൈം കർവ് ആണ്. അപ്പം ഓപ്ഷൻ സി അല്ലേ നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുക? ടെമ്പോറൽ വേരിയേഷൻ ഓഫ് ടോട്ടൽ റൺ ഓഫ് അറ്റ് എ ഗേജിങ് പോയിന്റ് ഇൻ എ സ്ട്രീം. ടെമ്പോറൽ എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, ഇൻഫിൽട്രേഷൻ പ്രോപ്പർട്ടി ഓഫ് എ സോയിൽ ഡിപ്പെൻഡ്സ് ഓൺ സോയിൽ പ്രോപ്പർട്ടീസ്, ഇനീഷ്യൽ സോയിൽ മോയ്സ്ചർ കണ്ടന്റ്, പ്രീവിയസ് വെറ്റിംഗ് ഹിസ്റ്ററി. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഏതാണ് വരിക? ഇൻഫിൽട്രേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സോയിൽ പ്രോപ്പർട്ടീസിൽ ഡിപ്പെൻഡ് ചെയ്യും, ഇനീഷ്യൽ സോയിൽ മോയ്സ്ചർ കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്യും, പ്രീവിയസ് വെറ്റിംഗ് ഹിസ്റ്ററിയിലും ഡിപ്പെൻഡ് ചെയ്യും. ഓൾ ദി എബവ് എന്നുള്ളതാണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, വെൽ yield പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ ഇൻ ദ വെൽ ഈസ് നോൺ ആസ് specific yield, specific retention, specific capacity, cone of depression. ഏതാണ് ആൻസർ വരിക? 18th ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. സ്പെസിഫിക് yield, സ്പെസിഫിക് റിട്ടൻഷൻ ഒക്കെ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് yield പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ ആണ്. yield പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് yield ആണ്. സ്പെസിഫിക് yield അല്ല, സ്പെസിഫിക് കപ്പാസിറ്റി ആണ്. 18th ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി സ്പെസിഫിക് കപ്പാസിറ്റി ആണ്. ഇതിലെ സ്പെസിഫിക് കപ്പാസിറ്റി, സ്പെസിഫിക് yield, സ്പെസിഫിക് റീടെൻഷൻ, ഇതിൻ്റെ ഒക്കെ ഡെഫിനേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകണം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് yield പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ ആണ്, അത് സ്പെസിഫിക് കപ്പാസിറ്റി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, ആപ്ലിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംപ് ഇൻക്ലൂഡ് ഡിസിപ്പേഷൻ ഓഫ് എനർജി ഓഫ് ഫ്ലോ ഡൗൺ സ്ട്രീം എ ഹൈഡ്രോളിക് സ്ട്രക്ചർ. എക്സാക്ട് ഡെഫിനേഷൻ വന്നിട്ടുണ്ട്. ദെൻ the maintenance of high water levels in the channel, the mixing of chemicals for water purification, and all of the above. സോ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസിപ്പേഷൻ ഓഫ് എനർജി ഓഫ് ഫ്ലോ ഡൗൺ സ്ട്രീം ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ, അത് കറക്റ്റാണ്. ഹൈ വാട്ടർ ലെവൽസ് ഇൻ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതേപോലെ വാട്ടർ പ്യൂരിഫിക്കേഷനുള്ള കെമിക്കൽസ് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഹൈഡ്രോളിക് ജമ്പ് കൺസിഡർ ചെയ്യണം. സോ എല്ലാം ആൻസർ ആയിട്ട് വരും. ഓൾ ദി എബോ എന്നുള്ളതാണ് ആൻസർ. 3 ഓപ്ഷൻസും കറക്റ്റ് തന്നെയാണ്. ആൻഡ് അടുത്ത ചോദ്യം, ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ആനുവൽ റെയിൻഫാൾ ഫോർ എ റീജിയൻ ഈസ് ഫൗണ്ട് ടു ബി 15.
കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 15 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റീജിയൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. റീജിയൻ ഓഫ് ഹൈ റെയിൻഫാൾ, റീജിയൻ ഓഫ് സ്കാറ്റി റെയിൻഫാൾ, സ്നോയി റീജിയൻ, നൺ ഓഫ് ദീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 15 to 70% വരെയാണ് വേരി ചെയ്യുന്നത്. അതിൽ 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീജിയൻ ഓഫ് ഹൈ റെയിൻഫാൾ ആണ്, റീജിയൻ ഓഫ് ഹൈ റെയിൻഫാൾ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിലേക്ക് പോവുക. കാരണം എക്സാം നന്നായി പഠിക്കാതെ ഒരിക്കലും ഒരു എക്സാം ഇപ്പോൾ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സൈലം ടെക്നിക്കലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു സെഷനിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഓൾ.